ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്കുള്ള കറിവേപ്പില റൈസാണ്. നല്ല അടിപൊളി ടേസ്റ്റും നല്ല അടിപൊളി സ്മെല്ലും ഉള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റൈസാണത്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഈത്തപ്പഴം അച്ചാറാണ് സെർവ് ചെയ്തത്. ഇനി പ്രത്യേകിച്ച് കറിയോ ഒന്നും ഇല്ലെങ്കിലും പപ്പടമോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നല്ല ഹെൽത്തിയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള അരി തിളപ്പിക്കണം. അതിന് വെള്ളം വെച്ചിട്ടുണ്ട്. 2 ഏലക്കായ ഇട്ട് കൊടുത്തു, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ 2-3 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരിയിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ 1 കപ്പ് ബസ്മതി റൈസ് കഴുകി വെള്ളമൊക്കെ വാർത്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വേവുമ്പോൾ ഒന്ന് വെള്ളം വാർത്തെടുക്കുക, അത്രയേ ഉള്ളൂ പണി. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല, എല്ലാവർക്കും അറിയാമല്ലോ വേവിച്ചിട്ട് വെള്ളം വാർത്തെടുക്കാൻ. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരണം. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. മുളകിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കാരണം എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതലിടാം. പിന്നെ 2 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കൈ കൊണ്ട് പിടിക്കുമ്പോൾ 2 പിടിയാണത്, പക്ഷേ അത് ഫ്രൈ ആയി വരുമ്പോൾ തീരെ കുറഞ്ഞു പോവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് പൊടിക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞ് വരണം, ആ പരുവത്തിലാക്കി എടുക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പില നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി തേങ്ങ ചിരവിയത്. 2, 3 അല്ലെങ്കിൽ 4 വരെ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഇതാ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതുപോലെ പൊടിച്ചെടുക്കുക. ഒന്ന് ക്രഷ് ചെയ്താൽ മതി, നല്ലതായിട്ട് പൊടിയണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നെയ്യൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ചെറിയ ജീരകം ഒന്ന് മൂത്ത് വരണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ജീരകം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ, നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കറിവേപ്പിലയും തേങ്ങയെല്ലാം ചേർത്തിട്ടുള്ള അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ റോ സ്മെല്ലൊക്കെ ഒന്ന് പോവണം. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. റൈസിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പില മിക്സിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ തന്നെ ധാരാളമായിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുകയാണ്. നന്നായി വെള്ളമൊക്കെ വാർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏത് റൈസ് കൊണ്ടും ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ സാധാരണ വെക്കുന്ന മട്ട അരിയോ കുറുവ അരിയോ അതിൻ്റെ ചോറെടുക്കാം. അപ്പോൾ നമ്മൾ അതിൽ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഇതിൽ ഉപ്പിട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ബിരിയാണിയുടെ അരി ഉണ്ടല്ലോ, ജീരകശാല, കൈമ, അങ്ങനെ ഏതായാലും കുഴപ്പമില്ല. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പച്ചരി ഉണ്ടല്ലോ, അതായാലും മതി. ഏത് അരിയായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ രാവിലെ സാധാരണ വീട്ടിൽ മട്ട അരിയോ കുറുവ അരിയോ ഒക്കെ വെച്ചിട്ടാണ് ചോറുണ്ടാക്കുന്നതെങ്കിൽ അതൊന്ന് കുറച്ച് ചോറെടുത്തിട്ടും ഇതുപോലെ ചെയ്യാം. എന്ത് തന്നെയായാലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. കറിവേപ്പിലയാണല്ലോ നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഉള്ളവർക്ക് ഈസി ആയിട്ട് തന്നെ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. തൈര് സലാഡോ അല്ലെങ്കിൽ അച്ചാറോ പപ്പടോ ഒക്കെ എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ റൈസ് ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിതിൻ്റെ കൂടെ വിനാഗിരി ഒന്നും ചേർക്കാത്ത ഈത്തപ്പഴം അച്ചാറാണ് കൊടുത്തു വിട്ടത്. ഈത്തപ്പഴ അച്ചാർ പൊതുവേ നമുക്കറിയാം ഹെൽത്തിയാണ്, രണ്ടും ഹെൽത്തിയാണ്. ഇപ്പോൾ കറിവേപ്പില റൈസ് ആയാലും ഹെൽത്തിയാണ്, അച്ചാറായാലും ഹെൽത്തിയാണ്. വിനാഗിരി ചേർക്കാത്തതുകൊണ്ട് എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. നിങ്ങളുടെ മക്കൾക്ക് എന്തായാലും ഇഷ്ടമാകുന്നുള്ള കാര്യം ഉറപ്പാണ്, കാരണം നല്ല സ്മെല്ലാണ് പാത്രം തുറക്കുമ്പോൾ തന്നെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്